ഹായ് ഓൾ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതായത് നിലവിലെ കേരള PSC പാറ്റേൺ അനുസരിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ കൃത്യം 3 വർഷം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ആ ഒരു പാറ്റേൺ എല്ലാ എക്സാമുകളിലും PSC ഇപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷനും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കേരള PSC ഇടാനാണ് സാധ്യത. എങ്കിൽ മാത്രമേ അവർക്ക് പ്രോപ്പർ ടൈമിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ പഠനം എങ്ങനെ തുടങ്ങണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതിപ്പം നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ പഠനം തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു സംശയം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംശയം കൃത്യമായിട്ട് മാറ്റിയിട്ട് പഠനം റൈറ്റ് ടൈമിൽ ഏത് രീതിയിൽ പഠിക്കണം, നമ്മൾ എന്ത് പഠിക്കണം എന്ന് ആദ്യം മനസ്സിലാക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്ന് മനസ്സിലാക്കണം. അതിന് കൃത്യമായിട്ട് പ്രോപ്പർ ഗൈഡൻസ് നൽകുന്നതിനും നമ്മുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതായത് നമുക്കറിയാം സിലബസ് എന്ന് പറഞ്ഞാൽ കേരള PSC ആണ്, പക്ഷെ കോർ സബ്ജക്റ്റുകളിലൊന്നും ഒരു മാറ്റവും വരാറില്ല. അപ്പോൾ നമ്മൾ ഒരു എക്സാമിനേഷന് ഒരു പ്രിപ്പയർനെസ് ഉണ്ടാക്കി വെക്കുക. ആ ഒരു പ്രിപ്പയർനെസ് ഉണ്ടാക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം സിലബസിൽ വന്നാൽ അതിനെ എങ്ങനെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാം എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് തരുന്നതിനായിട്ട് ഏണസ് അക്കാഡമി നിങ്ങൾക്ക് ഒരു വെബിനാർ അവതരിപ്പിക്കുകയാണ്. ഈ വെബിനാർ 29-ാം തീയതിയാണ്, ജൂലൈ 29-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് ഈ ഒരു വെബിനാർ നിങ്ങൾക്കായിട്ട് നൽകുന്നത്. അപ്പോൾ ഈ വെബിനാർ തികച്ചും സൗജന്യമാണ്. എല്ലാവരും ഈ വെബിനാറിൽ നേരിട്ട് പങ്കെടുക്കണം. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് താഴെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. പ്രോപ്പർ ടൈമിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റിമേഷൻ ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അതിലൂടെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുവാനും ആ വെബിനാറിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിൽ ഇടം നേടാനുള്ള ഒരു അവസരവുമാണ് വരുന്നത്. ഓർക്കുക, ഇതൊരു അധ്യാപന സമാനമായിട്ടൊരു ജോലിയാണ്. ഒരു അധ്യാപകന് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഈ ജോലിക്കും ഉണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ ഈ ഒരു സർക്കാർ ജോലി നിങ്ങൾക്കാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ വെബിനാറിൽ പങ്കെടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.